ഈദ് മുബാറക്ക് പറയും. ഈദ് മുബാറക്ക്. അങ്ങനെയാണ് ഈദ് മുബാറക്ക് പറയും. പറഞ്ഞ പോലെ ഇന്ന് പെരുന്നാളാണില്ലേ, നല്ലൊരു ദിവസമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ദിവസത്തെ നല്ലൊരു ഡ്രസ്സ് ഇടാമെന്നുള്ളത്. അങ്ങനെ നല്ലൊരു ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഇതാണ് നല്ല രസമുണ്ട്, ഇതാണ്ട് അടിച്ചിട്ടൂട്, നമുക്ക് പെരുന്നാൾക്ക് പോകാമെന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് പോണത്. ഇവിടെ ഫോട്ടോഷൂട്ടാണ്. ലിയൻ്റെ കോസ്റ്റ്യൂം പുറത്തുനിന്ന് കാണിച്ചു തരാം. അങ്ങനെ ലൂസ് വേണം, എനിക്കറിയില്ല, അതൊന്നും എനിക്കറിയില്ല. നോട്ടെ എന്നിട്ട് വെരി ഗുഡാണ് നോക്കട്ടെ. ആ പുറത്തേക്ക് അവിടെ ഇവിടെ കണ്ടോ. വാവ്, താത്തക്കുട്ടി കണ്ടോ ഗൈസ്. ഇതാണ് ലിയന്റെ ഔട്ട്ഫിറ്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. മുടി കെട്ടിയിട്ട് ലിഫ്റ്റ് കെട്ടും. വാവ്, വരിക പെരുന്നാളായിട്ടൊരു ഹാപ്പി പെരുന്നാൾ പറയും. ഹാപ്പി പെരുന്നാൾ പറയും. ഈദ് മുബാറക്ക് പറയും. ഈദ് മുബാറക്ക്. അങ്ങനെയാണ് ഈദ് മുബാറക്ക് പറയാ. മറ്റുള്ളവിടെ ശൈഖയുടെ ശൈഖനെ വിളിക്ക്. എവിടെ മാറിക്ക്, ഞാൻ ഷെയ്ഖൻ എടുക്കട്ടെ. അതാ ഷെയ്ഖ പോയി. ഷെയ്ഖ ഇവിടെ നിക്ക്, ഞാൻ എടുക്കട്ടെ. ഇവിടെ നിന്നാജ് എടുക്കട്ടെ. അങ്ങനെ ഓൾത് സാറിക്കണ ഡ്രസ് ഉണ്ടോ അതെ കൊടുക്കും മൂസാടെ എടോ ആ ലുക്കായി മാറി അങ്ങനെയാണ്. നിങ്ങളൊക്കെ പള്ളിക്കൊക്കെ പോയി? ഞാൻ കണ്ടില്ലല്ലോ നിങ്ങളൊന്നും പള്ളിക്കൊക്കെ പോയി. അവക്കത് ഒരു ഇഷ്ടമായില്ല. ഓളങ്ങനെയാണ് ഓക്ക് അങ്ങനെ ഇഷ്ടം, ഇങ്ങനെ ചുറ്റി കെട്ടാനും ഇങ്ങനെ ഇടാനും. ആ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. വാവ് ഇല്ലോളെ, വാവ് കണ്ടോ. ഇനി ഈദ് മുബാറക്ക് ഇജ്ജ് പറഞ്ഞിട്ടില്ല. ആണ്ടോ നടന്നോളി നല്ല എല്ലാവരും. അഫ്രന്റെ കോപ്പി അടിച്ചതാ. എങ്ങനെയുണ്ട് ഓല് ഔട്ട്ഫിറ്റ്? എങ്ങനെ ഫാന്റാസ്റ്റിക് ആണല്ലോ. ഏതപ്പ ഹീരില് ചെരുപ്പൊക്കെ ഷൂ ഇട്ടോ. ഷൂ രസം ഉണ്ടാവുമടി, ഷൂ രസം ഉണ്ടാവും. അപ്പൊ ഞങ്ങക്ക് വൈക്കോലിൽ നിന്ന് ഇറക്കിക്കണ്. ഒന്ന് ഞങ്ങക്ക് പെരുന്നാളാണ്. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് നോക്കും. ഒരു ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഇന്ന് ഞങ്ങളെ മേമന്റെ ഇവിടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പൊ ഞങ്ങള് ഞാൻ എന്റെ ഭർത്താവിനെ എടുക്കും. എന്റെ ഭർത്താവിനെ എടുക്കും. മാക്സി ഇല്ല, ചുരിദാർ വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. എനിക്കറിയില്ല, അത് ഞാനൊന്ന് വെട്ടിട്ട് ഞാനൊന്ന് അടിക്കട്ടെ. അവിടെ നിൽക്കുകയുള്ളൂ. ഞാനൊന്ന് വെട്ടാടിക്കുമ്പോൾ നിങ്ങൾക്കും വേണം. ആകണം ഇതൊന്നും അടിക്കട്ടെ കേട്ടോ. ഫോണോടെ വെച്ചോഞ്ഞേ. നേരം 9 മണിയായി കണ്ടോ, 9:05 ഞാൻ അടിക്കട്ടെ കേട്ടോ. ഇന്ന് ഏതായാലും മിൻ്റെ പണികളൊക്കെ 8:10 വേണോ വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിന്നത്. ഏതായാലും ഇന്നലെ മൂപ്പര് രാത്രി പെരുന്നാളാണല്ലോ, പിറ്റേന്ന് നമ്മൾ വെള്ളിയാഴ്ച പെരുന്നാളാണല്ലോ. അപ്പോൾ വ്യാഴാഴ്ച രാത്രി പോയിട്ട് മുട്ടക്കാട്ടം വരി നിന്നിട്ട് വാങ്ങിക്കൊടുന്ന കുറച്ച് ബീഫാണ് കേട്ടോ. അതിങ്ങോട്ട് വെക്കണം നിർബന്ധമാണ്. നമ്മൾ ഈ ചുറ്റുവട്ടത്ത് നമ്മളെ ഏരിയയിൽ മൊത്തത്തിൽ ഇതാക്കണം. ഈ ഒരു പെരുന്നാളാകുമ്പോൾ ബീഫ് നിർബന്ധമാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പം എല്ലാവരും വാങ്ങാൻ പോയി. ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. എല്ലാവരും അങ്ങനെ വാങ്ങാൻ പോകും. കാരണം അന്നാണ് പണി, ലീവില്ല എല്ലാവർക്കും, കുട്ടികൾക്കും മക്കൾക്കും അച്ഛനും അമ്മക്കും എല്ലാവർക്കും ലീവില്ല എന്നത് ദിവസമാണല്ലോ. അപ്പം അവർക്ക് നല്ല ആഘോഷിച്ച് അങ്ങോട്ട് അച്ഛന്മാരൊക്കെ ഏതായാലും ആരൊക്കെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചാൽ അല്ലെങ്കിൽ അയൽവക്കത്ത് കൂടെ ഒക്കെ അങ്ങനെ പോകും.
അപ്പം അമ്മമാരും ചിലപ്പം കുട്ടികളൊന്നും പോയിക്കൊള്ളണമെന്നില്ലല്ലേ, ഓർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വാങ്ങിക്കൊണ്ടുവന്നിട്ട്. അപ്പം നമ്മളെ വീട്ടിൽ എന്തിനാണ് വാങ്ങിയത് ചോദിച്ചാൽ അത് വെറുതെ വാങ്ങിയതാണ് കേട്ടോ. തുണക്കാരൊക്കെ വാങ്ങിയപ്പോൾ ഞാനും വാങ്ങിയെന്ന് അപ്പം മൂപ്പര് പറഞ്ഞു ഏതായാലും പാടില്ല, ഇറച്ചിയല്ലേ അപ്പോൾ കേടൊന്നും വരൂലല്ലോ, വേവിച്ചങ്ങോട്ട് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ കേടൊന്നും വരൂല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഇതാക്കണ്. ഞാൻ ബീഫൊക്കെ നല്ലപോലെ മുളകും കാര്യങ്ങളൊക്കെ ഇട്ട് തക്കാളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളകും ഒക്കെ പാടിട്ട് ഇതൊക്കെ കൂട്ടി കിളമ്പിയിട്ട് ഒത്തിരി വെള്ളത്തിലൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ റോസ്റ്റാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത്, എന്നാൽ നാളെയും മറ്റന്നാളൊക്കെ തിന്നാലോ. അങ്ങനെ ഇറച്ചി തകണം അടുപ്പത്ത് വെച്ചാണ്ട് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊരു മക്കൾ കുളി തേവാരാന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അടിക്കാനും തിരി ഉണ്ടായിരുന്നു കേട്ടോ, പെരുന്നാൾക്കൊക്കെ ഇല്ലതും കൂടി. അപ്പോൾ അതൊക്കെ അടിച്ച് വന്നപ്പോൾ തന്നെ ഇതാക്കണം ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലിരുന്ന് അടിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു തയ്യൽക്കാരത്തിൻ്റെ ആ ഒരു ഏരിയ പറയുന്നത് ഇങ്ങനെയാവും കേട്ടോ. ആകെപ്പാടെ കച്ചറായിട്ടാണ് നമുക്ക് കിടക്കുന്നുണ്ടാവുക. തുണിമണികൾ അവിടെ, ആ ടേപ്പ് അവിടെ, നൂലവിടെ, ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആകെപ്പാടെ ഇരപ്പായിട്ടുണ്ടാവും കിടക്കുന്നുണ്ടാവുക. അവൾക്കൊന്ന് അടുക്കി പൊറുക്കി ഒതുക്കി വെക്കണമെങ്കിൽ ഈ ആഘോഷങ്ങളും പരിപാടികളൊക്കെ ഒന്ന് കഴിയണം. അങ്ങനെ ഇതാക്കണ്. അതൊക്കെ ഒന്ന് ഇനി മക്കൾ അവിടെ അടിച്ചു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നു കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട്. എന്തിനാ വെച്ചാൽ ചൂടോടുക്ക് തന്നെ പണി അങ്ങോട്ട് തീർക്കാനാണ് കേട്ടോ. ഉച്ചയ്ക്ക് നമ്മൾ എല്ലായിടത്തും കൂടെ പോയി തിന്നിട്ട് വരും. പിന്നെ രാത്രി ആകുമ്പോൾ പിന്നെയും വേണ്ട ഞാൻ തന്നെ വെക്കുക. അപ്പോൾ ഈ ഒരു ചൂടോടുക്ക് കൂടി അങ്ങോട്ട് വെച്ചാലുണ്ടല്ലോ സംഭവം ഉഷാറാവും. അപ്പോൾ ഞാൻ തേങ്ങാച്ചോറാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, തേങ്ങാച്ചോറും ബീഫ് വരട്ടിയതും. വാവും, നല്ല രസം ഉണ്ടാവും. അപ്പോൾ റേഷൻ കടയത്തെ അരിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് അതുണ്ടാക്കിയെടുത്ത് അപ്പോൾ ബീഫ് ഇതാക്കണം നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നല്ല പോലെ ഞാൻ തിരുമുളകും പൊടിയും അതേപോലെ തന്നെ കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ടുന്നിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പോരാത്തതിന് നല്ല നെയ്യില്ല ബീഫും കൂടിയാണ് കേട്ടോ. അതും കൂടി ആയപ്പോൾ ഉഷാറായി. പിന്നെ ഉള്ളി തൂമിച്ചിടാനൊന്നും ഒന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് പോകാമല്ലേ, തിരക്കായി തുടങ്ങി. ഞങ്ങൾ പോകുന്നതിന് മുന്നേ തന്നെയാണ് ഇപ്പോൾ അത് വറവിട്ടെടുത്തിട്ടുള്ളത്. ഇത്തിരി കറിവേപ്പിൻ്റെ അതേപോലെ തന്നെ ഇത്തിരി ഉലുവയും കൂടി ഇട്ടിട്ട് വറവിട്ടെടുത്തപ്പോൾ ബീഫും അടിപൊളിയായിട്ടുണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു. ഇതേതായാലും 2-3 ദിവസം ഓടും. ഈ പിള്ളേരൊക്കെ പെരുന്നാളൊക്കെ ആഘോഷിക്കണം. വാടി പോരെ വണ്ടി എടുത്ത് പോകണ്ടടാ, വണ്ടി എടുത്ത് പോകല്ലേ, ഞങ്ങളെത്തിന് വേണ്ട. I am fine. How are you? I am fine. ചെരുപ്പടൻ്റെ. അപ്പോൾ കുട്ടികളൊക്കെ നല്ല വൈബിലാണ്. ഇവരൊക്കെ ചോറൊക്കെ തിന്ന് പള്ളയൊക്കെ നിറച്ച് അങ്ങനെ നടക്കുകയാണ്. ഇതൊന്നും ദഹിക്കണല്ലോ എന്നും പറഞ്ഞിട്ടാണ് നടക്കണത്. അപ്പോൾ ഞാനും എൻ്റെ 2 പിള്ളേരും കൂടിയിട്ട് ഞങ്ങൾ ഇതാണ് താത്താൻ്റെ വീട്ടിൽ പോകുക കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീട് തൊട്ടപ്പുറത്ത് ഇതാകുന്ന താത്താൻ്റെ വീടാണ്. അപ്പോൾ താത്താൻ്റെ വീട്ടിൽ പോവുകയാണ്. അവിടെ ഉള്ളതാണ് ലിയ. അങ്ങനെ ലിയൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് നല്ല ബിരിയാണി ഉണ്ടായിരുന്നു, ബീഫ് വരട്ടിയത് ഉണ്ടായിരുന്നു, വെള്ളം ഉണ്ടായിരുന്നു, പിന്നെ ഇതാക്കണ് നല്ല പുളിയിഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ, പിന്നെ ചള്ളാസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗംഭീരമായിട്ട് ചോറിയിട്ട് അങ്ങോട്ട് കഴിഞ്ഞ് അവിടെ ബിരിയാണി ഞാറ്റൊക്കെ കണ്ട കായ്സ് മരിച്ച് കിടക്കണം. പൂരൊരു നീക്കല നമ്മൾ ചിത്തിച്ചറമ്മ കാത്തിക്കുണ്ട്. അജുവിൻ്റെ വീട്ടിൽ ഇജ്ജ് വരുന്നില്ല, ഇജില്ല അജുവിൻ്റെ വീട്ടിക്കില്ല. അത് കഴിഞ്ഞോ? അങ്ങനെ പള്ള നിറച്ച് ചോറൊക്കെ നല്ല ബിരിയാണിയൊക്കെ തട്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഇതാകണ പോലെ പൈക്കളൊക്കെ നോക്കാനായിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു സ്ഥലത്തും കൂടി പോകണം. അപ്പോൾ തുണക്കാരത്തി വരാമെന്ന് പറഞ്ഞിരിക്കണം. ഓളെയും കൂട്ടിയിട്ട് പോകാൻ ഇത് അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഓളെ കുട്ടികളെയും മക്കളൊക്കെ വലിച്ചങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി അടുത്ത വീട്ടിലേക്കുള്ള യാത്രയാണ് കേട്ടോ. പള്ളിയിൽ സ്ഥലമൊന്നുമില്ല, എന്നാലും ഒന്ന് പോയോക്കട്ടെ. വെറുതെ തിന്നിട്ടില്ലെങ്കിലും വെറുതെയെങ്കിലും ഒന്ന് പോയി പോന്നാലും അതൊരു സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പറയും വന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ നമ്മളാണെങ്കിലും പറയൂലേ വിളിച്ചിട്ട് വന്നിട്ടില്ലെങ്കിൽ എന്തേ ഇപ്പോൾ വരാത്തതെന്നുള്ളൊരു ചിന്താഗതി ഉണ്ടാകുമല്ലോ. അങ്ങനെ ഇതാകട്ടെ നമ്മൾ അസ്മാവിൻ്റെ വീട്ടിലേക്കാണ് പോകാൻ നിൽക്കണത്. അപ്പോൾ അവിടെ കാത്തുക്കുണ്ട്. കുറേ നേരം അതിൻ്റെ വിളിക്കണേ. ഞങ്ങളൊന്ന് പോയോക്കട്ടെ കേട്ടോ. ആമി ഈദ് മുബാറക് പറ, ഈദ് മുബാറക് പറ ആമി പറ. അവിടെ ചെന്നാൽ പിന്നെ നമ്മളെ വീടിൻ്റെ ആയിരിക്കും തന്നെ എടുക്കലും വിളമ്പലും വെക്കലും എന്ന് പറഞ്ഞായിരിക്കും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ മുതലാളിച്ചി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അസ്മാബി ഉണ്ടായിരുന്നു വിളമ്പി തരാനായിട്ട്. അപ്പോൾ ക്യാമറ കണ്ടപ്പോൾ ഓൾ ഓടിപ്പോയിട്ടുണ്ട്.
അങ്ങനെ ആമയും ആര്യയും അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൂടി ചോറ് തിന്നട്ടെ. അപ്പം ഞങ്ങൾ ആദ്യം കുട്ടികളെ കണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലത് വിളമ്പി തിന്നോളിട്ടോ എന്നും പറഞ്ഞിട്ട് ഓളങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങളതാണ് ഈ ഒരു മേശ എന്നുള്ളത്. മേശമേലിൽ എടുത്ത സാധനമൊക്കെ ഞങ്ങൾ അത് തന്നെയാണ്. അപ്പോൾ ഞങ്ങളൊന്ന് ചോറുണ്ണാൻ നിൽക്കട്ടെ. ഞങ്ങളല്ല, കുട്ടിയൊക്കെ ആദ്യം വിളമ്പിയിട്ട് പിന്നെ ഓലതൊക്കെ കഴിഞ്ഞിട്ട് സമാധാനത്തോടെ ഇരുന്ന് തിന്നാലോ എന്ന് വെച്ചിട്ടാണ്. നമുക്ക് പള്ളിയിൽ സ്ഥലമൊന്നുമില്ല, എന്നാലും ഒരു ഇത്തിരി തിന്നാവും, അല്ലെങ്കിൽ ഒരു ഇടങ്ങേറാവൂലേ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇത്തിരി അങ്ങോട്ട് ചോറുന്ന്. അപ്പം ആ ചോറുണ്ട്. ബിരിയാണി എല്ലായിടത്തും ബിരിയാണിയാണല്ലോ. അപ്പോൾ ചിലർക്കൊക്കെ മന്തി വാങ്ങിയാൽ മതിയെന്ന്, അതൊരു രസമാണല്ലോ. പിന്നെ ബീഫ് വരട്ടിയത്, അതാണ് കുറച്ച് കൂടുതൽ തിന്നത് കേട്ടോ. പിന്നെ തൈര് ഉണ്ടേന്ന്, ചള്ളാസ് ഉണ്ടേന്ന്, അതൊക്കെ ഒരുവിധമൊക്കെ ആയിട്ടുണ്ട്. സാരല്ലേ, നമ്മളെ തന്നെ അല്ലേ, നമ്മളെ അയൽവക്കക്കാരൻ്റെ അല്ലേ. അപ്പോൾ എല്ലാവരും മക്കളെല്ലാവരും കൂടെ ചോറ് തിന്നുകയാണ്. പിന്നെ ഓളെ വീടുതപ്പം നേരെ ഞാൻ കുടിൽക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിക്കണ്, കുറേ ആയി, അപ്പോൾ ഒരു കൊല്ലത്തോളം ആയി തോന്നുന്നുണ്ട്. അപ്പം നല്ലൊരു ഗംഭീര വീട് തന്നെയാണ് കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം ഓൾ അടുക്കളയാണ് കേട്ടോ. അടുക്കളയാണല്ലോ, നമ്മൾ പെണ്ണുങ്ങളെല്ലാവരും മണ്ടിച്ചെന്ന് നോക്കിയാൽ കേട്ടോ, അടുക്കളയൊക്കെയാണല്ലോ അല്ലേ. അടുക്കള നല്ല ഗംഭീരമായിട്ടാണ് നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ചോറ് തിന്നുകയാണ്, ചോറീറ്റ കഴിഞ്ഞു. ഇപ്പം ഞങ്ങളൊന്ന് ഇരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ ഇതാക്കണം, പെരുന്നാളിൻ്റെ വീഡിയോ ഇതാ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മളിതാ തീറ്റയും കൂടിയൊക്കെ ആയിട്ട് നേരെ വൈകുന്നേരമാക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യുക. പിന്നെ ഹൈപ്പും കൂടി അടിച്ചോളി കേട്ടോ. പിന്നെ കുട്ടികളെ ചോറ് തിന്നുന്ന നീക്കുന്ന നേരം കൊണ്ട് ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ നല്ലൊരു ജനാലി അല്ലെങ്കിൽ നല്ലൊരു വീട് അല്ലെങ്കിൽ നല്ലൊരു വാതിലെങ്കിലും അല്ലെങ്കിൽ ഒരു പൂവിൻ്റെ പൊടിയെങ്കിലും കാണുമ്പോൾ അപ്പം മണ്ടി പോയി ഫോട്ടോ എടുക്കണില്ലേ. അപ്പോൾ അതേപോലെയാണ് ഇവിടെയൊക്കെ കണ്ടപ്പോൾ നല്ലൊരു വൃത്തിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് കുറച്ചുകൂടി നല്ലതെന്ന് തോന്നിയപ്പം അവിടെ ഇരുന്ന് ഭയങ്കര ഫോട്ടോ എടുക്കലാണ്. ഞാൻ പിന്നെ എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ വീഡിയോ എടുക്കട്ടെ. ഞാൻ വീഡിയോ എടുത്ത് അങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിതാണല്ലോ 10 ഉറുപ്പ്യ കിട്ടണമെങ്കിൽ ഇതൊക്കെ വീഡിയോ എടുത്തിട്ടും വേണം. അപ്പോൾ നമ്മളെ ഉണ്ണിമോളാണ് ഫോട്ടോ എടുക്കണ, ഫോട്ടോഗ്രാഫർ ഓളാണ്. അങ്ങനെ ഓല് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആക്കി അങ്ങനെ നിൽക്കട്ടെ. ഞങ്ങൾ ഇത്തിരി ചോർന്നട്ടെ. പിന്നെ ഒരു പന ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുന്നു, പനൻ്റെ ഒപ്പം വെച്ചിട്ട് മുടി മുറിച്ചാൽ അങ്ങനെ പനങ്കല പോലെ മുടി വരും എന്നൊക്കെ പറയുന്നു ഓലോട്. ആ കുട്ടിയൊക്കെ ഒന്നും വിശ്വാസമല്ല. നമ്മളൊക്കെ പണ്ട് നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞ് ഇല്ല അറിവാണ് അതൊക്കെ. ഏതായാലും ഞങ്ങൾ ചോറിയിട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇതാക്കണ ചോറ് അവിടുന്ന് ഇവിടുന്നൊക്കെ വരാം. നമ്മൾ പോകാത്ത വീട്ടിൽ നിന്നൊക്കെ ചോറ് വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. പിന്നെ 2-3 ചോറൊക്കെ വന്ന് പിന്നെ നമ്മളെ ആ ഒരു തേങ്ങാച്ചോറും ബീഫൊന്നും അനക്കിയതൊന്നുമില്ല. അതൊക്കെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടോ. പിന്നെ അങ്ങനെയാണ് പോയത്. ഞാനിത് ഇപ്പോൾ അടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഇട്ടിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് അടിച്ചതേന്ന്. പക്ഷേ പകുതി ആയപ്പോഴത്തേനും നേരെ കിട്ടിയില്ല. അതിൻ്റെ അടിഭാഗവും കാര്യങ്ങളൊന്നും അടിച്ചില്ല. പിന്നെ ചോറൊക്കെ തീറ്റ കഴിഞ്ഞ് വന്ന് ഒരു വൈകുന്നേരം ആയപ്പോൾ ഞാൻ അത് അടിച്ച് ഫുള്ളാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മാക്സി ബിറ്റില്ല, അതിനൊരു മാക്സി എടുത്തിട്ട് സിമ്പിൾ വർക്കിൽ തയ്ച്ചെടുത്തതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തയ്ച്ചും കൂടിയും തരും. നിങ്ങൾ അളവൊക്കെ അയച്ചു തന്നാൽ ഞാൻ തയ്ച്ചും കൂടി തരും കേട്ടോ. അപ്പോൾ അതിൻ്റെ നമ്പറൊന്നും മറക്കണ്ട, നമ്മളെ മാക്സിയിൽ അവൈലബിൾ ഉണ്ട്. ഒന്ന് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ടാക്കിക്കോളൂ.